ഹലോ എവ്രി വൺ, അസ്സാമു അലൈക്കും. എല്ലാവരും ഹെന്ന ക്ലാസ്സസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. കമൻറ്റ്സ് വായിക്കുമ്പോൾ അത്രയും സന്തോഷമാണ്. ഓരോരുത്തരും അടുത്ത ക്ലാസ് എപ്പോഴാണ് ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ കരുതുന്ന ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന്. മെയിനായിട്ട് എല്ലാവരും ചോദിച്ച സംശയം ഇതേത് കമ്പനി ഹെന്നാക്കോണാണ്, അതുപോലെ ഏറ്റവും ബെസ്റ്റ് ഹെന്നാക്കോൺ ഏതാണെന്നൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് കടയിലൊന്നും വാങ്ങാൻ കിട്ടില്ല. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ഓർഗാനിക് ആയിട്ടുള്ള ഹെന്നാക്കോണാണ്. കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ കോൺസ് ഉണ്ടാക്കുന്നത്. ഈ കോൺ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് വീട്ടിലിരുന്നിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മളൊരു കിറ്റിലാക്കിയിട്ട് ആ കിറ്റ് സെയിലാക്കുന്നുണ്ട്. DIY ഹെന്ന കിറ്റ് എന്നാണ് പേര്. അപ്പോൾ അതും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഈ കോൺസും അതുപോലെ DIY ഹെന്ന കിറ്റൊക്കെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഈ കോൺസ് നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ഫൈൻ ടിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഹോൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇൻക്ലൂസ് ചെയ്തിട്ടുള്ള സെല്ലോ ടേപ്പ് ഒന്ന് വലിച്ചു കളഞ്ഞാൽ മതി. ഇപ്പോഴും കടയിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ കോൺസ് വെച്ചിട്ടാണ് നിങ്ങൾ മൈലാഞ്ചി ഇടുന്നതെങ്കിൽ ഈ ഓർഗാനിക് കോൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുക. കടയിൽ നിന്ന് വാങ്ങുന്ന ഹെന്ന കോൺസിനെക്കാട്ടി ബെറ്റർ ഫ്ലോ ആൻഡ് ബെറ്റർ കൺസിസ്റ്റൻസിയാണ് ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന കോൺസിനുള്ളത്. നമ്മളിപ്പോൾ എത്ര നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിലും നല്ല കോൺസ് അല്ല യൂസ് ചെയ്യണതെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനിഷിങ്ങിൽ നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ കഴിവിനെ സംശയിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ സെൽഫ് ഡൗട്ട് ഒന്നും വേണ്ട. എപ്പോഴും ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന കോൺസ് പ്രിഫർ ചെയ്താൽ മതി. രണ്ടാമത് ചോദിച്ച സംശയം എങ്ങനെയാണ് ഹെന്ന കോൺസ് പിടിക്കേണ്ടതെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, അങ്ങനെ ഒരു പെർഫെക്റ്റ് വേ ഓഫ് ഹോൾഡിംഗ് എന്ന കൺസെപ്റ്റൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും പല രീതിയിലാണ് പേനയും പെൻസിലൊക്കെ പിടിക്കുന്നത്. ചിലർ പേനേൻ്റെ അറ്റത്ത് പിടിക്കും, ചിലർ കുറച്ചൊന്ന് കയറ്റി പിടിക്കും, ചിലർ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിലാണ് അവർ പേന പിടിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഹെന്ന കോൺസിൻ്റെ കാര്യമായാലും. എന്നാലും ഞാൻ കണ്ടതിൽ വെച്ചൊരു മെജോറിറ്റി ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് കൂണ് പിടിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മുടെ ചൂണ്ടുവിരലിൻ്റെയും നടുവിരലിൻ്റെ ഇടയിലായിട്ടാണ് കൂണ് പിടിക്കുന്നത്. നടുവിരലിൻ്റെ മുകളിലാണ് കൂണ് റെസ്റ്റ് ചെയ്യുന്നത്. ചൂണ്ടുവിരലാണ് അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നത്. അതുപോലെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തള്ളവിരലാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ കൈത്തണ്ട സർഫസിൽ മുട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. നമ്മുടെ റിസ്റ്റിൻ്റെ ഭാഗത്ത് കറക്റ്റ് സപ്പോർട്ട് വരുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ വരയ്ക്കാൻ പറ്റുന്നത്. തിന്നായിട്ട് ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള പ്രഷർ മാത്രമേ കൂണിന് കൊടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നോ അത്രത്തോളം പേസ്റ്റ് കൂണിൽ നിന്ന് പുറത്തേക്ക് വരും. പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൂണിൻ്റെ ആംഗിൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കേണ്ടി വരും. ഒരേ ആംഗിളിൽ കൂണ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസൈൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കൂണ് പിടിക്കുന്ന ആംഗിൾ മാറ്റി മാറ്റി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരുവിധം എല്ലാ ഹെന്ന ആർട്ടിസ്റ്റുകളും കോൺസ് പിടിക്കുന്നത്. ചില ആർട്ടിസ്റ്റുകൾ കോണിൻ്റെ ഏറ്റവും അറ്റത്ത് പിടിച്ചിട്ടാണ് വരയ്ക്കാൻ തുടങ്ങുന്നത്. നമ്മൾ പേന പിടിക്കുന്നത് പോലെ 3 വിരലുകൾ യൂസ് ചെയ്തിട്ടാണ് അവർ കോൺസ് പിടിക്കാറ്. അപ്പോൾ എങ്ങനെയാണ് കോൺസ് പിടിക്കാമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള വേ ഓഫ് ഹോൾഡിങ്. പക്ഷേ ഇങ്ങനെ കോണ് പിടിക്കുമ്പോൾ നമ്മുടെ കോണിൻ്റെ ബാക്ക് ഭാഗം കൈമേൽക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കോണിൻ്റെ ബാക്ക് ഭാഗം നമ്മുടെ മറ്റേ കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണെന്ന് തോന്നും. പക്ഷെ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇതുപോലെ കോൺസ് പിടിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊന്നുമല്ല ഞാൻ കോൺസ് പിടിക്കാറ്. ഞാൻ എങ്ങനെയാണ് പിടിക്കുന്നുള്ളതും ഇപ്പോൾ കാണിച്ചു തരാം. കൂണ് പിടിക്കുന്നത് തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെ ഇടയിലാണ്. എന്നിട്ട് ബാക്കി 3 വിരലുകൾ കൊണ്ട് ഞാൻ കോണിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഒരു വിയേർഡ് വേ ഓഫ് ഹോൾഡിംഗ് ആണെന്ന് കാണുന്നവരൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ കോൺസ് പിടിച്ചാലാണ് കംഫർട്ടബിളായിട്ടും അതുപോലെ നല്ല ഫ്ലെക്സിബിളായിട്ടും ഡിസൈൻ വരയ്ക്കാൻ പറ്റാറുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരും ഓരോ രീതിയിൽ കോൺസ് പിടിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഹെന്ന ഡിസൈൻസ് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ മുഴുവൻ കഴിവും പുറത്തെടുക്കാൻ പറ്റുന്ന വേ ഓഫ് ഹോൾഡിങ് ഏതാണെന്ന് നിങ്ങളിങ്ങനെ പരീക്ഷിച്ച് കണ്ടുപിടിക്കുക. പിന്നെ ഞാൻ എപ്പോഴും ഇതേപോലെ തന്നെയല്ല കോൺസ് പിടിക്കാറുള്ളത്. സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് മെത്തേഡിൽ തന്നെയാണ് കോണ് പിടിക്കാറ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഡിസൈനിനനുസരിച്ച് നമുക്കിതുപോലെ കോണ് മാറ്റി മാറ്റി പിടിക്കാം.
ഫ്രഷ് ആയിട്ടുള്ള കൂൺസാണ് യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. അതിനുള്ളിൽ ഫുൾ പേസ്റ്റ് ഉള്ള കാരണം കൂണ് നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ പേസ്റ്റ് കൂണിൽ നിന്ന് പുറത്തേക്ക് വരാറുണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കൂൺസ് ആണെങ്കിൽ അതിനുള്ളിലെ പേസ്റ്റ് കുറഞ്ഞിട്ട് കൂണ് ലൂസ് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൂണ് വെച്ചിട്ട് ഡിസൈൻ വരയ്ക്കാൻ നോക്കുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞു പോകും. കൂണ് ടൈറ്റ് ആയിരിക്കുമ്പോൾ ഉണ്ടായ ആ സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഈ കൂണ് നമുക്ക് ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് ഉണ്ട്. നമ്മൾ കൂണ് സീൽ ചെയ്ത ഭാഗത്തുനിന്നും പേസ്റ്റ് ഇങ്ങനെ താഴോട്ടേക്ക് ഇറക്കുക. എന്നിട്ട് ആ സീൽ ചെയ്ത ഭാഗം ഇങ്ങനെ മടക്കി താഴത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ട് തന്നെ നമുക്കൊരു സെല്ലോ ടേപ്പിൻ്റെ പീസ് അത് മുട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂണിന് ഒരു പുതിയ കൂണിൻ്റെ പോലെ തന്നെയുള്ള ടൈറ്റ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മുന്നത്തെ പോലെ തന്നെ ഈസി ആയിട്ട് വളരെ കുറച്ച് പ്രഷർ കൊടുത്തിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൂൺസ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പിന്നെ ലൂസാവും. അപ്പോഴും ഇതുപോലെ താഴത്തേക്ക് മടക്കി സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ കൂണ് ലാസ്റ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മൈലാഞ്ചി ഇടാനിരിക്കുമ്പോൾ നമ്മുടെ വരയ്ക്കുന്ന കൈ റെസ്റ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ളൊരു സർഫസ് വേണം. അപ്പോഴാണ് നമുക്ക് നല്ല സ്റ്റേബിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ബ്രൈഡലൊക്കെ ചെയ്യുകയാണെങ്കിൽ കയ്യിലിങ്ങനെ ഡിസൈൻ നിറഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രോയിങ് ഹാൻഡ് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കുറഞ്ഞു വരും. അപ്പോൾ ആ കൈയിനെ റെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന കാര്യമാണ് അപ്പുറത്തെ കൈ കൊണ്ട് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഡിസൈൻ്റെ മുകളിൽ തൊടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൂണ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബ്രൈഡൽ ഡിസൈൻസ് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ടുള്ള കൂൺസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരു 5-6 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു ബ്രൈഡൽ ഹെന്ന കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വലിയ കൂൺസ് ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പ്രഷർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ 5-6 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബ്രൈഡൽ ചെയ്യുമ്പോൾ ചെറിയ കൂൺസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൂണിൻ്റെ വെയിറ്റ് 27 to 30 ഗ്രാം ആണെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കൂൺ ഒരു 17 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ ആർട്ടിസ്റ്റ് ആണെങ്കിൽ സ്വന്തമായിട്ട് കൂൺസ് ഉണ്ടാക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സൈസിൽ നമുക്ക് ഹെന്ന ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തത് ഇന്ന് ഗൾഫ് ഫ്ലവേഴ്സ് എടുക്കണം എന്നാണ്. പക്ഷേ കുറേ പേര് സെയിം ഡൗട്ട് ചോദിച്ച കാരണമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അറബിക് ഫ്ലോറൽസ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.